അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എങ്ങനെയാണ് ഈ ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ആദ്യം റവന്യൂ ഗ്രോത്ത് ഉണ്ടാവണം. എങ്ങനെയാണ് റവന്യൂ ഗ്രോത്ത് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. റവന്യൂ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ അല്ലേ. റവന്യൂ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ കമ്പനിയുടെ സെയിൽ കൂടണം അല്ലേ. സെയിൽസ് കൂടുന്നതിനനുസരിച്ച് അവിടെ റവന്യൂ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ സെയിൽസ് കൂടണമെങ്കിൽ ഡിമാൻഡ് ഉണ്ടാവണം, പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവണം. അപ്പോൾ ആ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവിടെ സെയിൽസ് കൂടും. അപ്പോൾ സെയിൽസ് കൂടുന്നതിനനുസരിച്ച് കമ്പനിക്ക് എന്തുണ്ടാവും, പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഇതാണ് ഏർണിങ്സ് ഗ്രോത്തിൻ്റെ ഒരു പ്രധാന പോയിന്റ്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് വരാം. നെക്സ്റ്റ് പോയിന്റ് മാർജിൻ എക്സ്പാൻഷൻ ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം കമ്പനികളുടെ മാർജിൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം, ഇൻക്രീസ് ചെയ്യാൻ പറ്റണം അല്ലേ. ഇപ്പോൾ നിലവിലുള്ള പ്രോഫിറ്റ് മാർജിൻ കൂട്ടാൻ പറ്റണം. അപ്പോൾ അങ്ങനെ മാർജിൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ, മാർജിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റണമെങ്കിൽ, നിലവിലുള്ള പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റണമെങ്കിൽ കമ്പനികൾക്ക് അവരുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവണം അല്ലേ. ഇവിടെയും നിങ്ങൾ നോക്കിയാൽ മതി ഡിമാൻഡ്. അപ്പോൾ നമ്മൾ കീ പോയിന്റ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോയിന്റ് ഏർണിങ്സ് ഗ്രോത്ത് ആണ്. ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഈ രണ്ട് കാര്യം അവിടെ സംഭവിക്കണം അല്ലേ. റവന്യൂ ഗ്രോത്ത് ഉണ്ടാവണം, മാർജിൻ എക്സ്പാൻഷൻ നടത്താൻ പറ്റണം. ഇങ്ങനെയാണ് കമ്പനികൾക്ക് ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ അടുത്തൊരു പോയിന്റ് ഇൻഡസ്ട്രി ട്രെൻഡ്സ് ആണ്. നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ഏത് ഇൻഡസ്ട്രിയിലാണ്, ഇപ്പോൾ ഒരു ഫിലിം ഇൻഡസ്ട്രി ആണ് അല്ലെങ്കിൽ ഏതാണോ ആ ഒരു ഇൻഡസ്ട്രി നിലവിൽ ട്രെൻഡിങ് ആണോ എന്നുള്ളതാണ്. ഇപ്പം ഫ്യൂച്ചറിസ്റ്റിക് അല്ലാത്ത അല്ലെങ്കിൽ നിലവിൽ വലിയ സാധ്യതകളില്ലാത്ത ഒരു മേഖലയിലാണോ ഈ കമ്പനി പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അതാണ് നമ്മൾ ഈ ഒരു പോയിന്റിലൂടെ മനസ്സിലാക്കുന്നത്. ആ ഒരു ഇൻഡസ്ട്രി നമ്മുടെ കമ്പനി, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കമ്പനി വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി, അതിപ്പം സർവീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ആ ഒരു ഇൻഡസ്ട്രി ട്രെൻഡിങ് ആണോ, നിലവിൽ ആ ഒരു ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ ഇത് താഴേക്ക് പോകുന്ന ഒരു ഇൻഡസ്ട്രി ആണോ, വളർച്ചാ സാധ്യത ഇല്ലാത്തൊരു ഇൻഡസ്ട്രി ആണ്. ഇത് ആ ഒരു കമ്പനിയുടെ ഏർണിങ്സ് ഗ്രോത്തിനെ സ്വാധീനിക്കും. ആ ഒരു ട്രെൻഡിങ് ആണെങ്കിൽ, ആ ഒരു ഇൻഡസ്ട്രി ട്രെൻഡിങ് ആണെങ്കിൽ അതിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത എവിടെയുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് എക്കണോമിക് ഇൻഡിക്കേറ്റർ. ഈ ഒരു ടോപ്പിക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വിശാലമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കെല്ലാം നമുക്ക് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഒന്ന് GDP ഗ്രോത്ത് ആണ്, 2 ഇൻഫ്ലേഷൻ ആണ്, 3 ഇൻട്രസ്റ്റ് റേറ്റ്. GDP ഗ്രോത്തും ഇൻഫ്ലേഷനും ഇൻട്രസ്റ്റ് റേറ്റും ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് ഏതൊക്കെ തരത്തിലാണ് ഇൻഡെക്സിനെ സ്വാധീനിക്കുന്നതെന്നും അങ്ങനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 ഘടകങ്ങൾ ഒരു കമ്പനിയുടെ ഏർണിങ്സ് ഗ്രോത്തിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. വരുന്ന വീഡിയോസിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഏർണിങ്സ് ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളാണ് റവന്യൂ ഗ്രോത്ത്, മാർജിൻ എക്സ്പാൻഷൻ, ഇൻഡസ്ട്രി ട്രെൻഡ്, എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം. ഹൗ ടു ഐഡന്റിഫൈ ഏർണിങ്സ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് എങ്ങനെയാണ് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് അല്ലേ. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അവിടെ പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യം ഇതാണ്, അനലൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ നോക്കുന്നത്, നമ്മൾ നോക്കുന്ന റവന്യൂ ഗ്രോത്ത് അല്ലേ. ഫസ്റ്റ് നോക്കുന്നത് റവന്യൂ ഗ്രോത്ത് ഉണ്ടോ, രണ്ടാമത് എന്താ നമ്മൾ നോക്കുന്നത്, മാർജിൻ എക്സ്പാൻഷൻ നടക്കുന്നുണ്ടോ, മൂന്നാമത് പ്രോഫിറ്റ് കൂടുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു 3 കാര്യം നമ്മൾ നോക്കിയാൽ മതി. റവന്യൂ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ അത് നമ്മൾ പഠിക്കുക, റവന്യൂ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് പഠിക്കുക. രണ്ടാമത് മാർജിൻ എക്സ്പാൻഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത് അവിടെ പ്രോഫിറ്റ് കൂടുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ട്രാക്ക് ഇൻഡസ്ട്രി ട്രെൻഡ് അല്ലേ. ആ ഒരു ഇൻഡസ്ട്രി ട്രെൻഡിങ് ആണോ എന്നുള്ളത് നോക്കുക. നമ്മുടെ കമ്പനി ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ഇൻഡസ്ട്രി തന്നെ ട്രെൻഡിങ് ആണോ എന്നുള്ളത് നോക്കുക അല്ലേ. ആ ഒരു ഫീൽഡിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മോണിറ്റർ എക്കണോമിക് ഇൻഡിക്കേറ്റർ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് GDP ഗ്രോത്ത്, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് പോയിന്റ് ആണ് ടെക്നിക്കൽ അനാലിസിസ്. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്ന പോയിന്റ് ആണ്. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ടെക്നിക്കൽ അനാലിസിസ് നടത്തുക എന്നുള്ളത് പഠിക്കും. അത് ഞാൻ ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് പോവുക ചെയ്യുന്ന സമയത്ത് നമ്മളിത് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. എന്താണ് ഏർണിങ്സ് ഗ്രോത്ത് എന്ന് മനസ്സിലാക്കി, ഏർണിങ്സ് ഗ്രോത്ത് നിഫ്റ്റിനെ എങ്ങനെ സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കി, അല്ല ഇൻഡെക്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കി, ഏർണിങ്സ് ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ മനസ്സിലാക്കി. പിന്നെന്താണ് ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പഠിച്ചില്ല. ഇനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ്, പോർട്ട്ഫോളിയോ ബൂസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സ്ട്രാറ്റജീസ് വേണം അല്ലേ. അപ്പോൾ അതിനുവേണ്ട ഘടകങ്ങൾ ഇൻവെസ്റ്റ് ഇൻ കമ്പനീസ് വിത്ത് സ്ട്രോങ് ഏർണിങ്സ് ഗ്രോത്ത്. രണ്ടാമത് യൂസ് ഓപ്ഷൻ ട്രേഡിംഗ് ടു ഹെഡ്ജ് അഗെയിൻസ്റ്റ് മാർക്കറ്റ് വോളറ്റിലിറ്റി. ഡൈവേഴ്സിഫൈ യുവർ പോർട്ട്ഫോളിയോ ടു മിനിമൈസ് റിസ്ക്. ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴല്ല, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ. അപ്പോൾ ഇവിടെ ഞാൻ ഓപ്ഷൻ്റെ കാര്യം കൂടെ പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെയുള്ള ഒരു ഘടകം തന്നെയാണ് ഓപ്ഷൻ ട്രേഡിംഗ്. ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യം തന്നെയാണ് ഓപ്ഷൻ ട്രേഡിംഗ്. എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ, അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. അപ്പോൾ ഓക്കെ, തൽക്കാലം ഞാൻ ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഏർണിങ്സ് ഗ്രോത്ത് കൂടാതെ ഏതൊക്കെ ഘടകങ്ങളാണ് നിഫ്റ്റിനെ സ്വാധീനിക്കുന്നതെന്ന് പഠിക്കാം.